നമസ്കാരം. പ്രധാന വാർത്തകൾ. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. അന്ത്യം 89ാമത്തെ വയസ്സിൽ. എളിമയിൽ എഴുതിയ ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെയാണ് എത്തിച്ചത്. സിനിമാ താരം ഷൈം ടോം ചാക്കോയെ അറിയില്ലെന്ന് തസ്ലീമയുടെ മൊഴി. പ്രശസ്ത ഗാനരചയിതാവ് പി ഭാസ്കരൻ മാഷിന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചു. ചലച്ചിത്ര ഗാനലോകത്തെ പിൻതലമുറക്കാരുടെ സംഘടനയായ രചനയുടെ നേതൃത്വത്തിൽ വയലാർ രാഘവ പറമ്പിലായിരുന്നു ആഘോഷം. കള്ള് വ്യവസായത്തെ തകർക്കുന്ന മദ്യനയം തിരുത്തണമെന്നാവശ്യം. ചെത്ത് തൊഴിലാളി ഫെഡറേഷൻ AITUC വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. അന്ത്യം 89ാമത്തെ വയസ്സിൽ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത് എളിമയിൽ എഴുതിയ ജീവിതം. എളിമയിൽ എഴുതിയ ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. സ്ഥാനാരോഹണത്തിനു ശേഷം സഭയിൽ പുതിയ മാറ്റങ്ങൾ അദ്ദേഹം വരുത്തുകയുണ്ടായി. അതിനാൽ മാറ്റങ്ങളുടെ പാപ്പ എന്ന് മാധ്യമങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വിശേഷിപ്പിച്ചിരുന്നു. 1958 മാർച്ച് 11 വിയ ദേവാലയത്തിലെ ഈശോ സഭ സെമിനാരിയിൽ ചേർന്നാണ് ബർഗോളിയ വൈദിക പഠനം ആരംഭിച്ചത്. 1960 സാൻ മിഗേലിലെ കൊളോസിയോ മാക്സിമോ സാൻ ജോസിൽ നിന്ന് തത്വശാസ്ത്രത്തിൽ ലൈസൻഷിയേറ്റ് നേടി. 1967 ബർഗോളിയോ വൈദിക ശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 1969 ഡിസംബർ 13 വൈദിക പട്ടം സ്വീകരിച്ചത്. പ്രശസ്ത ഗാനരചയിതാവ് പി ഭാസ്കരൻ മാഷിന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചു. ചലച്ചിത്ര ഗാനലോകത്തെ പിൻതലമുറക്കാരുടെ സംഘടനയായ രചനയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. ഏറ്റവും അവസാനം വേദനിപ്പിക്കുന്ന ഒരു നമ്മുടെ പറഞ്ഞു അനിയത്തി ഭാസ്കരൻ മാഷ എൻ്റെ രണ്ടാമത്തെ ആൾ യമുന ഭാസ്കരൻ മാഷയെ കാണാൻ പോയി. ഭാസ്കരൻ മാഷിനെ പറഞ്ഞവരെ അനുശോചിച്ച് സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം വയലാറും എൻ്റെ സഹോദരി ഭാസ്കരൻ മാഷും സംസാരിക്കും. ആ സംസാരിക്കുമ്പോൾ എങ്ങനെയുണ്ട് ഭാസ്കരൻ്റെ സുഖമല്ലേ എന്ന് അനിയത്തിയോട് ചോദിച്ചത്. അതിനേക്കാൾ ഗംഭീരമായി ജാനകിയമ്മ കരഞ്ഞൊരു കഥ അറിയാനുണ്ട്. വയലാർ രാഘവ പറമ്പിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ഒരു കവിയുടെ അനുസ്മരണം മറ്റൊരു കവിയുടെ സ്മൃതി മണ്ഡപത്തിൽ അതേ മേഖലയിലുള്ള പുതുതലമുറ നടത്തിയത് വ്യത്യസ്തമായി. 1924 ഏപ്രിൽ 21 പി ഭാസ്കരൻ മാഷിന്റെ ജനനം. ഏകദേശം 250 സിനിമകൾക്കായി 3000-ലധികം ഗാനങ്ങൾ രചിച്ചു. 2007 ഫെബ്രുവരി 25 അദ്ദേഹം അന്തരിച്ചു. കലാകാരന്മാരും മാധ്യമപ്രവർത്തകരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതികളെ കോടതിയിൽ എത്തിച്ചു. തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഷൈം ടോം ചാക്കോയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് തസ്ലീമ. സിനിമാ താരങ്ങളോട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഷൈൻ ടോം ചാക്കോ അവരുമായിട്ട് ഫോണിൽ പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്.
ഫ്രണ്ട്സാണ്, പക്ഷെ അവരുമായിട്ട് ആരുമായിട്ട് എനിക്കൊരു ബന്ധം. ഞാൻ സിനിമയിൽ ഒരാളാണ്, സിനിമയുമായിട്ടുള്ള ബന്ധം. സിനിമയായിട്ട് ബന്ധമുണ്ടോ? സിനിമയായിട്ട് ബന്ധം. അവരായിട്ട് ബന്ധമില്ല. കള്ള് വ്യവസായത്തെ തകർക്കുന്ന മദ്യനയം തിരുത്തണമെന്ന ആവശ്യം ചെത്തുതൊഴിലാളി യൂണിയൻ AITUC വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കള്ള് വ്യവസായം ചരിത്രത്തിൽ ഇന്നേവരെ അനുഭവിക്കാത്ത പ്രതിസന്ധി നേരിടുകയാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VB ബിനു പറഞ്ഞു. വീര്യം കൂടിയ മദ്യം കഴിവിന് പരമാവധി പാടില്ല എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയത്തിന് വിരുദ്ധമായി എക്സൈസ് വകുപ്പ് കൊണ്ടുവന്നിരിക്കുന്ന ഈ നയം തിരുത്തിയേ മതിയാകും. ആ നയം തിരുത്താൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ സർക്കാർ ഓഫീസിന്റെ പടിക്കിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരായി ഞങ്ങൾ AITUC-ക്കാർ ഇതുപോലെ സമരവുമായി പോകേണ്ട സാഹചര്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് ഈ ഗവൺമെന്റ് നയം തിരുത്തണം, തിരുത്തിയേ മതിയാകൂ. ഇത് നാടിന് ഗുണമല്ല, തൊഴിലാളിക്ക് ഗുണമല്ല, ജനങ്ങൾ തിരസ്കരിക്കുന്ന നയമാണ് എക്സൈസ് വകുപ്പ് 2025 പ്രഖ്യാപിച്ചിട്ടുള്ള മദ്യനയം എന്ന് ഉറച്ചു പറഞ്ഞുകൊണ്ടാണ് PR ശശി അധ്യക്ഷത വഹിച്ചു. K അജിത്ത്, D രഞ്ജിത് കുമാർ, KA രവീന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈക്കം മടിയത്തറയിൽ നടത്തിയ ഉദയം പൂജ ഭക്തിനിർഭരമായി. നൂറുകണക്കിന് ഭക്തരാണ് ഉദയം പൂജ ചടങ്ങിൽ പങ്കെടുത്തത്. മേടമാസത്തിൽ ക്ഷേത്രങ്ങളിലും പൂജപ്പാടങ്ങളിലും എല്ലാം സൂര്യദേവനെ നമസ്കരിച്ച് നടത്തുന്ന പ്രധാന ചടങ്ങാണ് ഉദയം പൂജ. തലേദിവസം നടത്തുന്ന താലത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. വൈക്കം മടിയത്തറയിൽ ബ്രദേഴ്സ് പൂജ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഉദയം പൂജയിൽ 100ഓളം പേർ പങ്കെടുത്തു. ഉദയം പൂജയ്ക്ക് ശേഷം പൂജപ്പാടത്ത് അടിമ, തുലാഭാരം തുടങ്ങിയ വഴിപാടുകൾ നടന്നു. 16 വർഷമായി മടിയത്തറ ബ്രദേഴ്സ് പൂജ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഉദയം പൂജ നടത്തുന്നത്. പൂജാ കമ്മിറ്റി സെക്രട്ടറി രഞ്ജിത് കുമാർ, ഭാരവാഹികളായ ഗോപി നമ്പിദാനം, അഭിലാഷ് തുണ്ടത്തറ, ബിജു നമ്പിദാനം തുടങ്ങിയവർ നേതൃത്വം നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 24-ന് കഞ്ഞിക്കുഴിയിൽ സാംസ്കാരിക ശില്പശാല സംഘടിപ്പിക്കും. ഒരു സാംസ്കാരിക ശില്പശാല 2025 ഏപ്രിൽ മാസം 24-ാം തീയതി കഞ്ഞിക്കുഴിയിലെ ലങ്കകല ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുകയാണ്. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്നതാണ് സാംസ്കാരിക ശില്പശാലയിലെ വിഷയമായി പുരോഗമന കലാസാഹിത്യ സംഘം മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ശില്പശാല CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ബഹുമാന്യ ശ്രീ R നാസറാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു X മലയിലാണ് അധ്യക്ഷത വഹിക്കുന്നത്. പ്രധാനമായും 4 വിഷയത്തെ അധിഷ്ഠിതമാക്കിയാണ് ഈ ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. 1. പുത്തനുടുപ്പിട്ട ജാതിമത ബോധങ്ങൾ. 2. സാമൂഹ്യനീതിയുടെ പുതിയ ബലാബലങ്ങൾ. 3. കലയും സാഹിത്യവും സാമൂഹ്യ തിന്മകളെ പ്രതിരോധിക്കുന്നതിന് സാധ്യമോ? പുതിയ കാലത്തെ സാംസ്കാരിക ഇടപെടലുകൾക്ക് സംഘടന സജ്ജമാകുന്നതെങ്ങനെ? ഇങ്ങനെ 4 വിഷയത്തെ അധികരിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചിട്ടുള്ളത്. രംഗകല ഓഡിറ്റോറിയത്തിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് R നാസർ ഉദ്ഘാടനം ചെയ്യും. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിച്ചു X മലയിൽ അധ്യക്ഷത വഹിക്കും. സാമൂഹിക വിശകലന വിദഗ്ധൻ ഡോക്ടർ TS ശ്യാംകുമാർ, പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ജോഷി ജോൺ ബോസ്കോ, ഡോക്ടർ മിനി പ്രസാദ്, MK മനോഹരൻ എന്നിവർ പ്രഭാഷണം നടത്തും. KK കുമാരൻ, പാലിയേറ്റീവ് സൊസൈറ്റി ചെയർമാൻ S രാധാകൃഷ്ണൻ, വിഷൻ പടനിലം B സലീം, കരുവ മോഹനൻ തുടങ്ങിയവർ പ്രസംഗിക്കും. വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായ ഹബീബിന് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. ആലപ്പുഴയിലെ കുടുംബ കൂട്ടായ്മയായ സെൻകുഞ്ഞ് കുടുംബസംഗമത്തിലാണ് സ്വീകരണം നൽകിയത്. OM ഖാൻ സാഹിബ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് അമ്പലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. വഖഫിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി ഒരു ഹ്രസ്വമായ കാലം മാത്രമാണ് പ്രവർത്തിക്കാനുള്ള അവസരം ലഭ്യമാകുന്നതെങ്കിലും വഖഫ് ഇന്ന് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറുന്ന ഒരു കാലമാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തായ ചർച്ചയാണ്.
മറ്റൊരു കാലത്തും ഈ വഖഫിനെ സംബന്ധിച്ചോ അതിന്റെ വിഷനെ സംബന്ധിച്ചും മോഡലിനെ സംബന്ധിച്ചോ ഒന്നും അത്ര വലിയ ധാരണയൊന്നും ആർക്കില്ല. ഇന്നതല്ല, വലിയ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഉത്കണ്ഠയും അതോടൊപ്പം തന്നെ വലിയ ആകാംക്ഷയും നമുക്ക് ഉണ്ടാകുന്ന നിലയിലാണ് പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ പാർലമെന്റിലുള്ള ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ബില്ല് പാസ്സാക്കി. താൽക്കാലികമായി ഇപ്പൊ സുപ്രീം കോടതിയിൽ സ്റ്റേ കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഹാൻസാഹിബ് പറഞ്ഞതുപോലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബാബറി മസ്ജിദ് തകർത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും പകലുപോലെ കണ്ടുകൊണ്ടിരുന്നതാണ് ആരാണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ വഖഫ് ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഹബീബിന്റെ നിയമനം പ്രത്യേകം ശ്രദ്ധയാകർഷിക്കുന്നു. ഏത് സാഹചര്യങ്ങളോടും നേരിടാൻ ഹബീബിനുള്ള കഴിവ് ഈ പദവിയിൽ ശോഭിക്കാൻ അദ്ദേഹത്തിന് സഹായകരമാവുമെന്നും MLA അഭിപ്രായപ്പെട്ടു. എസ്.പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ക്യാമ്പ് തുടങ്ങി. ഗാന്ധി സ്മാരക സേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. എഞ്ചിനീയർ ആവണം, പോലീസ് ആവണം, ഇങ്ങനെ പട്ടാളക്കാരനാണ്, ഇങ്ങനെ ഓരോരുത്തരെ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഒരുത്തനെ വിളിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി. പിറ്റേ ദിവസത്തെ എല്ലാ പത്രങ്ങളിലും അതായിരുന്നു ബോക്സ് ന്യൂസ്, എനിക്ക് ഒരു നല്ല മനുഷ്യനാവണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കത്തക്ക തരത്തിലുള്ള അമൂല്യ നിധികളായിട്ടുള്ള അനുഭവ സമ്പത്തുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനു ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് എല്ലാത്തിനും കഴിവുണ്ട്. ഇവിടെ ഋഷിയെ സൂചിപ്പിച്ച പോലെ എല്ലാ സർഗവാസനകളും ഒത്തൊരുമിച്ച് നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും. അത് അളന്ന് തൂക്കി മനസ്സിലാക്കി ആ വിഭാഗത്തിലേക്ക് നിങ്ങളുടെ ഓരോരുത്തർക്കും നൈസർഗികമായ കഴിവുകളുണ്ട്. പക്ഷെ അതിനെ ഒന്ന് വികസിപ്പിച്ചെടുത്ത് സമ്പന്നമാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പിൻ്റെ ലക്ഷ്യം. ക്യാമ്പ് ഡയറക്ടർ ആലപ്പി ഋഷികേഷ്, ജനറൽ സെക്രട്ടറി മനു PS, സാബു P കണ്ണർക്കാട്, മേബിൾ ജോൺകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ വിവിധ മേഖലയിലെ വിദഗ്ധർ ക്ലാസ് നയിക്കും. യോഗത്തിൽ ബിനുമോൾ ടീച്ചർക്ക് ഗാന്ധി സ്മാരക കലാ സാംസ്കാരിക വേദിയുടെ പുരസ്കാരം നൽകി. നാടക സംഗീത മേഖലയിലെ സമഗ്ര ഭാവനയ്ക്കുള്ള ഗിരീഷ് കർണ തിയേറ്റർ അവാർഡ് 2025 അർഹനായ സംഗീത സംവിധായകൻ ആലപ്പി ഋഷികേഷിനെ ചടങ്ങിൽ അനുമോദിച്ചു. നാടിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകൾ ഇന്ന് ഏറെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഏത് തരത്തിൽ ചിന്തിച്ചാലും ഒരു രക്ഷകർത്താവിനും സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സാമൂഹ്യ ചുറ്റുപാടിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഈ ചെറുപ്രായത്തിലാണ് നമ്മൾ ഓരോ സ്വഭാവ രൂപീകരണങ്ങളും രൂപപ്പെടുത്തിക്കൊണ്ടുവരേണ്ടത്. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബിനു ടീച്ചറിനെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരുടെ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ചെറുപ്രായത്തിലെ വിദ്യാഭ്യാസം തന്നെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാരുടെ പെരുമാറ്റവും നമ്മുടെ മൂത്ത സഹോദരങ്ങളുടെ പെരുമാറ്റവും ഒക്കെയാണ് താഴെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ പഠിക്കുക. എൻ്റെ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ചേച്ചി എന്താണ് ചെയ്യുന്നത്, എൻ്റെ അമ്മ എന്താണ്, എൻ്റെ അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മറ്റുള്ളവരോട് എങ്ങനെയാണ് വീട്ടിൽ വന്നു കയറുന്നവരോട് എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റം, ഇതെല്ലാം നമ്മൾ സാധ്യമാക്കുന്നത്, നമ്മൾ പരിശീലിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വൈക്കം പടിഞ്ഞാറേക്കര SNDP യോഗത്തിന്റെ കീഴിലെ വയൽവാരം കുടുംബ യൂണിറ്റിന്റെ 10ാമത് വാർഷികം ആഘോഷിച്ചു. അവരെ കരുതലോടുകൂടി വളർത്തേണ്ട വലിയ കടമ നമ്മുടെ അമ്മമാർക്കുണ്ട്. അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ നമ്മൾ നാളുകളിൽ വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അതാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ ഇന്ന് കാണുന്ന സാഹചര്യം. അതൊന്നും ഉണ്ടാകാതെ നമ്മുടെ മക്കളെ കരുതലോടുകൂടി വളർത്തണം. അവൻ വളർന്നു വരുമ്പോൾ, ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ വളർന്നു വരുമ്പോൾ അവൻ്റെ ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് അവൻ്റെ വീടാണ്. അവൻ്റെ ആദ്യത്തെ അധ്യാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനാണ് എന്ന് അവൻ്റെ വലത് കൈയിലെ ചൂണ്ടുവിരൽ നെഞ്ചോട് ചേർത്ത് വെച്ച് അവന് പറയാൻ കഴിയണം, എൻ്റെ മാതൃകാ പുരുഷൻ എൻ്റെ അച്ഛനാണ്, എൻ്റെ മാതൃകയായിട്ടുള്ളത് എൻ്റെ അമ്മയാണ് എന്ന് പറയാൻ നമ്മൾ വളർത്തിവിടുന്ന നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയണം. വാർഷികത്തോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റ് വിതരണവും സമൂഹത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രമുഖർക്ക് ആദരവും സംഘടിപ്പിച്ചു. വാർഷിക സമ്മേളനത്തിൽ ശാഖായോഗം പ്രസിഡന്റ് ആനന്ദരാജൻ അധ്യക്ഷത വഹിച്ചു.
ചടങ്ങിൽ ദേശീയ അവാർഡ് ജേതാവും സംവിധായകനുമായ തരുൺ മൂർത്തി, അമച്ചർ നാടകരംഗത്തെ മികച്ച പ്രവർത്തനത്തിന് മധുമൂർത്തി, ആതുര സേവന രംഗത്തെ മികച്ച പ്രവർത്തനത്തിന് ഡോക്ടർ വിനോദ് പി, വിദ്യാർത്ഥികളായ സച്ചിൻ സലി, ശ്രേയ ശിവാനന്ദൻ തുടങ്ങിയവരെ ആദരിച്ചു. ഡയാലിസിസ് കിറ്റിന്റെ വിതരണം കോട്ടയം ജനറൽ ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ വിനോദ് പി നിർവഹിച്ചു. യൂണിയൻ കൗൺസിലർ MP സെൻ, ശാഖ വൈസ് പ്രസിഡന്റ് റെജിമോൻ, സിനി രവി, രാധാ പ്രദീപ്, ലിബീഷ് ചേലക്കപ്പലിൽ, സുശീലൻ കുന്നിൻപുറം, സന്തോഷ്, സിനീഷ് ചെട്ടിയാലിൽ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് INTUCയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചേർത്തല മിനി സിവിൽ സ്റ്റേഷനിലേക്ക് ബുധനാഴ്ച മാർച്ച് നടത്തും. ലോട്ടറി ടിക്കറ്റ് വില 50 രൂപയാക്കി വർദ്ധിപ്പിച്ചതിനെതിരെയും നറുക്കെടുപ്പ് സമയം 2 മണിയാക്കി മാറ്റിയതിനും മൊത്തം സമ്മാനത്തുകയിൽ കോടികൾ കുറച്ചതിനെതിരെയും ലോട്ടറി ക്ഷേമനിധി ബോർഡിലെയും ഡയറക്ടറേറ്റിലെയും കോടികളുടെ സാമ്പത്തിക ക്രമക്കേടിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നതെന്ന് അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, ജില്ലാ പ്രസിഡന്റ് PR സജീവ് എന്നിവർ പറഞ്ഞു. കേരള സംസ്ഥാന ഭാഗ്യക്കുറി മേഖലയിൽ ഇന്നുണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖവില 50 രൂപയൊക്കെ എന്ന സർക്കാരിൻ്റെ നടപടി എന്തുകൊണ്ടും തൊഴിൽ മേഖലയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ലോട്ടറി വിൽപ്പന നടത്തുന്ന അംഗപരിമിതരും നിരാലംബരുമായ ലോട്ടറി തൊഴിലാളികളായിരുന്നു. ഈ മേഖലയിൽ ഇന്നുണ്ടായിരിക്കുന്ന വിശേഷം ഇതുവരെ ഉണ്ടാകാത്ത തരത്തിൽ ഈ മേഖലയെ നശിപ്പിക്കുന്ന തരത്തിലാണ് ഗവൺമെൻറ്റിൻ്റെ ഓരോ തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUCയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിലായി 23/4/2025 ബുധനാഴ്ച അന്നത്തെ ടിക്കറ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളിലും പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുകയാണ്. കേരള ലോട്ടറി ഏജൻറ്റ്സ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ തോമസ് കല്ലാടൻ ആണ് ധർണ ഉദ്ഘാടനം ചെയ്യുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ, INTUC നേതാക്കൾ, അങ്ങനെ തൊഴിലാളി മേഖലയിലെ നിരവധി നേതാക്കളും ട്രേഡ് യൂണിയൻ നേതാക്കൾ ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓരോ ലോട്ടറി തൊഴിലാളിയും ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത് ഈ സമരത്തെ വൻ വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം ഈ ലോട്ടറി മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ അഴിമതികൾ, ഇപ്പോൾ കോടികളുടെ അഴിമതിയാണ് ലോട്ടറി ക്ഷേമനിധി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട തൊഴിലാളികൾ തെരുവിൽ ഇഴഞ്ഞു വിൽക്കുന്ന പൈസയുടെ ഒരു ഭാഗമായി അവിടെ കിട്ടിയ കോടികളാണ് അടിച്ചുമാറ്റപ്പെട്ടിരിക്കുന്നത്. കേവലം 32,000 അംഗങ്ങൾ, ആനുകൂല്യങ്ങൾ പറ്റുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു ബോർഡിൽ പ്രതിദിനം ലഭിക്കുന്ന 33 ലക്ഷം രൂപയാണ്. ബുധനാഴ്ച രാവിലെ 10-ന് ചേർത്തല കോടതിക്കവലയ്ക്ക് സമീപമുള്ള ലോട്ടറി സബ് ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന ധർണ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് PR സജീവ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, നേതാക്കളായ ജെയിംസ് അധികാരം, അഡ്വക്കേറ്റ് KC ആന്റണി, U അശോക് കുമാർ, KG ഹരിദാസ്, തങ്കച്ചൻ കരക്കവയൽ, അഡ്വക്കേറ്റ് ഹരിഹരൻ നായർ, G സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിക്കും. ശൈവ വെള്ളാള സമുദായത്തെ OBCയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കൾ മന്ത്രി P പ്രസാദിന് നിവേദനം നൽകി. നിലവിൽ ശൈവ വെള്ളാള സമുദായത്തിന് പാലക്കാട് ജില്ലയിൽ മാത്രമേ സംവരണമുള്ളൂ. ഇത് എല്ലാ ജില്ലകളിലും ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് മന്ത്രി P പ്രസാദിന്റെ വസതിയിലെത്തി നിവേദനം നൽകിയത്. കേരള വെള്ളാള മഹാസഭയുടെ അംഗീകാരമുള്ള ചേർത്തല മരുത്തോർവട്ടം ഉപസഭയിലെ സെക്രട്ടറി മനീഷ് കുഴിവേലിൽ, ട്രഷറർ ജയശങ്കർ, ഹരിഹരൻ അയ്യപ്പ, സുജിത്ത് ശാരദാവിലാസം എന്നിവർ ചേർന്നാണ് മന്ത്രിയെ സന്ദർശിച്ചത്. വാർത്ത. മറുത്തുറവട്ടം മാതംവേലിച്ചിറ സോപാനം വീട്ടിൽ രാജേഷ് സോപാനം നിര്യാതനായി. BJP ഈസ്റ്റ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു. അന്ത്യം 89-ാമത്തെ വയസ്സിൽ. എളിമയിൽ എഴുതിയ ജീവിതമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. തസ്ലീമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി, ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി ഫിറോസ് എന്നിവരെയാണ് എത്തിച്ചത്. സിനിമാ താരം ഷൈം ടോം ചാക്കോയെ അറിയില്ലെന്ന് തസ്ലീമയുടെ മൊഴി. പ്രശസ്ത ഗാനരചയിതാവ് P ഭാസ്കരൻ മാഷിന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചു. ചലച്ചിത്ര ഗാനലോകത്തെ പിൻതലമുറക്കാരുടെ സംഘടനയായ രചനയുടെ നേതൃത്വത്തിൽ വയലാർ രാഘവ പറമ്പിലായിരുന്നു ആഘോഷം. കള്ള് വ്യവസായത്തെ തകർക്കുന്ന മദ്യനയം തിരുത്തണമെന്ന ആവശ്യം. ചെത്തുതൊഴിലാളി ഫെഡറേഷൻ AITUC വൈക്കം താലൂക്ക് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി.
വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.